മലപ്പുറം ആനങ്ങാടിയിലാണ് പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ആലുങ്ങൽ ബീച്ച് സ്വദേശി മുഹമ്മദ് സാദിഖാണ് ആക്രമിച്ചത്. പമ്പ് ജീവനക്കാരെ ആക്രമിച്ചതറിഞ്ഞ് സ്ഥലത്തെത്തിയ പരപ്പനങ്ങാടി CI അടങ്ങുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് യുവാവ് മർദ്ദിച്ചത്. വാഹനവും ശ്രമിച്ചു. കുറ്റിക്കാട്ടിൽ നിന്ന് ഇയാളെ പോലീസ് സാഹസികമായിട്ടാണ് പിടികൂടിയത്. മുൻപ് ബിവറേജിൽ സംഘർഷമുണ്ടായ കേസിലും ഇയാൾ പ്രതിയാണ്. അന്നത്തെ ദൃശ്യങ്ങൾ കൂടിയൊന്ന് കാണാം. മുബഷിർ പി അക്ബർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. മുബഷിറെ, പോകുന്നിടത്തെല്ലാം പ്രശ്നക്കാരനാണ് ഈ സാദിഖ് എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ പമ്പിൽ പോയി അവിടെ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജീവനക്കാരെ ഒരു കാര്യവുമില്ലാതെ മർദ്ദിക്കുന്നു. ഇയാളുടെ കൂടെ ഒരു സ്ത്രീയുണ്ട്. പക്ഷെ അതൊന്നും ഇയാൾക്കൊരു പ്രശ്നമല്ല. ഇയാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്, കണ്ണിൽ കാണുന്നവരുടെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാണ്. അവിടെ ഇയാൾ മദ്യപിച്ച ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് വന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതിനുശേഷം ഈ ഒരു കേസിൽ പിടികൂടാൻ വന്ന പോലീസുകാരെ 4 പോലീസുകാരെ ആക്രമിക്കുന്നു. അതിനിടയിൽ ബിവറേജസിൽ അടിയുണ്ടാക്കുന്നു. അതായത് വലിയ പ്രശ്നക്കാരനാണ്. ഇയാൾക്കെതിരെയൊക്കെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാവേണ്ടതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ മുബഷിർ? മലപ്പുറം വള്ളിക്കുന്നിനടുത്ത് ആനങ്ങാടി പെട്രോൾ പമ്പിൽ ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ് ഈ ദൃശ്യങ്ങൾക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. ആലുങ്ങൽ ബീച്ച് സ്വദേശിയായുള്ള മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്ന 26 വയസ്സുള്ള യുവാവ് പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി പെട്രോൾ പമ്പിലോട്ട് വരുന്നു. അവിടെയുള്ള ജീവനക്കാരുമായി ആദ്യഘട്ടത്തിൽ വാക്കുതർക്കമുണ്ടാകുന്നു. പരസ്പര വിരുദ്ധമായിട്ട് ഇയാൾ സംസാരിക്കുന്നു. ആദ്യം പറഞ്ഞ പൈസക്കല്ല, പിന്നീട് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ വാക്കുതർക്കമുണ്ടായി. പിന്നീട് അവിടെയുള്ള പെട്രോൾ പമ്പ് ജീവനക്കാരെ ഇയാൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പെട്രോൾ പമ്പിലെ മാനേജറോടും തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയുള്ള ജീവനക്കാരെ മർദ്ദിച്ചതിനെ തുടർന്ന് പരപ്പനങ്ങാടി പോലീസിനെ വിളിച്ച് നാട്ടുകാർ വിവരം അറിയിക്കുന്നു. പോലീസ് അവിടെ എത്തി ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് നേരെയും ഇയാൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ CI SI അടങ്ങുന്ന 2 CPOമാർ അടങ്ങുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇയാൾ ആക്രമിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തും ശരീരത്തിലും മുറിവേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിസാഹസികമായിട്ടായിരുന്നു ഈ സാദിഖിനെ പരപ്പനങ്ങാടി പോലീസ് പിടികൂടുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും. അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പെട്രോൾ പമ്പ് ജീവനക്കാരെ മർദ്ദിച്ചു എന്നീ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത്. പോലീസുകാരെ തന്നെ മർദ്ദിച്ച പ്രതിക്ക് ഈ തരത്തിൽ ജാമ്യം ലഭിച്ചത് സേനയിൽ തന്നെ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം ഉൾപ്പെടെ തടസ്സപ്പെടുത്തിയാണ് യുവാവ് പരാക്രമണം നടത്തിയതെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ യുവാവിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് പോലീസ് സേനയിൽ നിന്ന് പൊതുവെ ഉയരുന്ന ആവശ്യം. ശേഷം സമാനമായുള്ള രീതിയിലുള്ള കുറ്റകൃത്യം യുവാവ് നേരത്തെ ചെയ്തിരുന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഒരു ബിവറേജ് കോർപ്പറേഷന് മുൻപിൽ യുവാവ് ചില ആളുകളുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വലിയ അമർഷം സേനയിലുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം.